ഹായ് ഓൾ, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അടിപൊളി ടേസ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റൊമാലി റൊട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. റൊമാലി റൊട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദ അധികം വയറിന് നല്ലതല്ല എങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ ചാനലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോസ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമുക്ക് ചെറിയ ടിപ്സും അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 250 ml സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാലും കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് നമ്മുടെ ഈ മിക്സ് ഇട്ടതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്മൂത്ത് ആവുന്ന വരെ കുഴച്ചെടുക്കണം കേട്ടോ. അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് തൂക്കി കൊടുത്ത് ഒരു നനഞ്ഞ തുണിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ ഉരുട്ടി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഇതുപോലെ നീളത്തിലാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള ബൗളിന് ആവശ്യമായിട്ടുള്ള മൈദ ഇതുപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു പരുവത്തിൽ ഉരുട്ടി അത് ഒരു 10 മിനിറ്റ് സൺഫ്ലവർ ഓയിൽ ഒന്ന് തൂക്കി കൊടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി പലകയിലോ ഇതുപോലെ നമ്മുടെ മാവെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പരന്ന് വന്നാലും നമ്മളത് പൊന്തിച്ചെടുക്കുമ്പോൾ ചുരുങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അത് ഇത്തിരി പൊട്ടിയാലും നമുക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കൾക്കും എന്താണല്ലോ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പരത്തിയ മൈദ ഇതുപോലെ ഒരു പാൻ ചൂടായി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഇത് മറച്ചിടാൻ എടുക്കുന്ന ഈ ചട്ടകോ അല്ലെങ്കിൽ സ്പാച്ചിലോ എന്തെങ്കിലും അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ റൊട്ടിയുടെ മുകളിലൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടെ കൂടുതൽ ബബിൾസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് ചുട്ട് കഴിയുമ്പോഴും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു. ഇത് നമ്മൾ എത്ര നേരം കഴിഞ്ഞാലും വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതൊരു കറി കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.